ഗർഭിണിയാണ് കേട്ടാ. കുട്ടികൾ വരുന്നുണ്ട്. ഒരു മെയില് ബഡ്ഡിയുടെ കുട്ടികളാണ് കേട്ടോ. നമസ്കാരം. സൊഫൈൻ കന്നൽസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എല്ലാവർക്കും ഓണം ആശംസകൾ കേട്ടോ. ഓണം ആശംസകളോടൊപ്പം തന്നെ നമ്മൾ ഓണം ഓഫർ കാര്യങ്ങളൊക്കെ നമ്മുടെ പപ്പീസ് കുറവായതുകൊണ്ട് ചെറിയ ഓഫറുകൾ കാര്യങ്ങളൊക്കെ ഉള്ളൂ. എന്നാലും കുഴപ്പമില്ല. നമ്മൾ ഷിറ്റ്സുവിനൊക്കെ ഭയങ്കരമായിട്ട് വില കുറച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഷിറ്റ്സുവിനെ മേടിക്കാനുള്ള ആൾക്കാർ, ബീഗിൾ മേടിക്കാനുള്ള ആൾക്കാർ, പിന്നെ ബുക്കിംഗ് തുടങ്ങിയിട്ട് നമ്മൾ ഗോൾഡൻ റിട്രീവർ പപ്പീൻ്റെ അതിൻ്റെ ബുക്കിംഗ് തുടങ്ങിയിട്ട് പിന്നെ ഹസ്കിയൊക്കെ ലിറ്ററാവായിരിക്കുന്നു. ഇത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ അടുത്ത മാസം മുതൽ നിറയെ പപ്പീസാണ് കേട്ടോ. അപ്പോൾ വീഡിയോ തുടർന്ന് കാണാം. അപ്പോൾ എല്ലാവർക്കും ഓണം ആശംസകൾ. സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ഷിറ്റ്സിന്റെ പപ്പിട്ടാ നമ്മൾ ഓണം ഓഫർ പോലെ കൊടുക്കണം കേട്ടോ. അത്യാവശ്യം ഹെയറൊക്കെ അതിൻ്റെ കേട്ടോ. 2 മാസം ഫസ്റ്റ് വാക്സിനേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരെണ്ണം കൂടി ഉണ്ട്. മെയിലും ഉണ്ട് ഫീമെയിലും ഉണ്ട്. നമുക്ക് ഓണായിട്ട് 12,000 രൂപ കിട്ടും കേട്ടോ. ഇത് 2 മെയിൽ പപ്പി. 2 മെയിൽ പപ്പി. ഇനി ഒരു ഫീമെയിൽ പപ്പിയും കൂടി ഉണ്ട്. ഫീമെയിൽ പപ്പിട്ടാ. ഇത് 13 രൂപയ്ക്ക് കൊടുക്കും കേട്ടോ. വിത്തൗട്ട് പേപ്പർ. മെയില് 12. നല്ല ഹെയറൊക്കെ ഉള്ള പപ്പീസാണ് കേട്ടോ. സർട്ടിഫിക്കറ്റ് ഇല്ല. സ്റ്റഡ് പപ്പീസാണ് കേട്ടോ. നല്ല ആക്റ്റീവാണ്. ഫസ്റ്റും വാക്സിൻ കഴിഞ്ഞിട്ടുണ്ട്. സെക്കൻഡ് വാക്സിൻ അടിക്കാറായിട്ടുണ്ട് കേട്ടോ. ഓണം ഓഫർ പോലെ 12,000 രൂപയ്ക്ക് ഷിറ്റ്സു മെയിൽ പപ്പി, 13 രൂപയ്ക്ക് ഫീമെയിൽ പപ്പി. ഇനി അടുത്ത് നമുക്ക് ബീഗിൾ പപ്പീനെ എടുക്കാം. ബീഗിൾ പപ്പിയുടെ കുട്ടികൾ വരുന്നുണ്ട്. ഒരു മെയിലുണ്ട്, ഒരു ഫീമെയിൽ ഉണ്ട് കേട്ടോ. ഇത് മെയില്, ഇത് ഫീമെയില്. എന്താ വാലൊക്കെ പൊന്തിക്കണുണ്ട്. അടിപൊളി സാധനങ്ങളാട്ടോ. 2 സർട്ടിഫൈഡ് മൈക്രോചിപ്പ് എല്ലാം അടക്കം. ഫീമെയില് 18 രൂപ, മെയില് 20 രൂപ. അങ്ങനെയാണ് കൊടുക്കുന്നത് കേട്ടോ. കറക്റ്റ് മാർക്കിങ് കാര്യങ്ങളൊക്കെ ഉള്ള നല്ല സൂപ്പർ പപ്പീസ്. എന്താ ചാടണ്. വില്ലപ്പനാണ് വില്ലപ്പൻ. ഇത് ഫീമെയില്, ഇത് മെയില് കേട്ടോ. ഓക്കെ ബൈ. ഓക്കെ. നല്ല യെല്ലോ കളറൊക്കെ ഉള്ളത് പപ്പീസാണ് കേട്ടോ. ഓക്കെ. ഇത് നമ്മുടെ ഹസ്കികളൊക്കെ ബ്രീഡ് ആവാറായിട്ട് കേട്ടോ. ബ്രീഡ് ചെയ്തിട്ടേക്കണം. നമ്മുടെ അമേരിക്കൻ പുള്ളി മെയില്. ഇതൊന്ന് ഇതേ ഓർത്തം കിടക്കണ കിടപ്പ് നോക്കിയേ. എന്റെ കാലുമ ചെറിയ ഇതുണ്ട് നിന്നിട്ട് കിടക്കുന്ന ആളാട്ടാ. അല്ല മറഞ്ഞു വരുന്നു. ഈ ആരാടാ? മറഡോണയാ. നമ്മുടെ ജാക്കിന്റെ പപ്പീസ് ഇറങ്ങിയിട്ടാ. ഒരു കാര്യം നമുക്ക് ജാക്കിന്റെ പപ്പീസിന്റെ അടുത്ത് പോകാം. അതിന് മുമ്പ് ഒരു സെമി അഡൽട്ട് ഒരു 6 മന്ത് കഴിഞ്ഞ ഒരു ബ്ലൂ വൈസ് ഫീമെയില് കൊടുക്കാനുള്ള കേട്ടാ. ആരെങ്കിലും നല്ല ബ്രീഡ് ചെയ്യാൻ വേണ്ടവർക്കൊക്കെ 10-35 രൂപ റേഞ്ചിൽ കൊടുക്കാം നമുക്ക്. സർട്ടിഫിക്കറ്റ് ഒക്കെ ഉള്ളത്. ഇത് നമ്മുടെ മൈക്ക് ബ്രീഡിങ് തുടങ്ങിയിട്ടുണ്ട്. ലാറ, ഇമ്രാൻ, ബുൾ മാസ്റ്റിഫ് പപ്പി ഒരെണ്ണം കൊടുക്കാനുള്ളത്. മെയിൽ പപ്പി ഉണ്ട്. മെയിൽ പപ്പി. ഒരു 35 രൂപ റേഞ്ചല്ലോ.
ഒരു 5 മാസം കഴിഞ്ഞിട്ടുണ്ട്. കണ്ടാ അവന്റെ കുട്ടിയാണ് കേട്ടാ, ഗുണ്ടപ്പേട, നമ്മുടെ ഗോൾഡൻ ഫീൽഡ് കേട്ടോ. ഇത് നമ്മുടെ ബോർഡിംഗ് ആണ്. എന്താണ്ടായേ? ആ ഏറോയും ലാബിയും ബീകള് ഇവളുടെ അനിയന്മാരാണ് കേട്ടോ നമ്മള് വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. കൊടുക്കാണ്ട് കേട്ടോ, അനിയനും അനിയത്തിയൊക്കെ കൊടുക്കാണ്ട്. ഇത് ഫീമെയിലാട്ടോ. മോളിയെ പോവാം, നമുക്ക് പപ്പീസിനെ നോക്കാം. നമ്മുടെ പപ്പീനെ വെക്കുന്ന സ്ഥലങ്ങൾ പൂച്ചിട്ട് അത് ബോർഡിങ് ഒരാൾ പണി തന്നിട്ടില്ല. ബോഡി ചെയ്തിട്ട് ഇപ്പൊ ആളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഇത് ഫൂഡില് നിർത്തിയിട്ടുള്ളത്. ഇത് ഫൂഡില് മെയില്. നമ്മുടെ ഡബിൾസില്ലേ, ഡബിൾസ് ഫീമെയിലാണ് കേട്ടാ. ഡബിൾസ് ഇൻഡു ജാക്ക്. ഏ മൂന്ന് മെയില് 4 ഫീമെയില്, അങ്ങനെ 7 പപ്പീസാണ് ഉള്ളത് കേട്ടാ. ബൾബൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടാ. കണ്ടാ പപ്പീസിനെ നമ്മള് പാലുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ബാസ്ക്കറ്റിലാക്കി വെക്കുന്നു കേട്ടോ. നമ്മൾ ടോട്ടൽ 8 പപ്പി ഉണ്ടായിരുന്നു. ഒരു പപ്പി ഡെഡായി. ബാക്കി നമുക്ക് കുഴപ്പം ഉണ്ടായില്ല, കിട്ടി. ലാസ്റ്റ് പപ്പി ചെക്കിങ്, ലാസ്റ്റ് പപ്പി. അതിന്റെ ലിറ്റർ മേറ്റ് ആട്ടാ, ലിറ്റർ മേറ്റ്. ഇവള് നോർമൽ രണ്ടുപേരും ഒരുമിച്ചാണ് ഹീറ്റ് ആവാറ്. പ്രാവശ്യം ആയില്ല, അപ്പൊ ബ്രീഡ് ചെയ്തില്ല. അപ്പൊ ഇവളെ മാത്രം ബ്രീഡ് ചെയ്തു. ഫ്രഞ്ച് ബുൾഡോഗ് ഹസ്കി ജൂലി, ജർമ്മൻ ഹസ്കി. ഇത് വൈറ്റ് ഹസ്കി നമ്മുടെ. പീസിനെ കണ്ടു. ഇനി നമുക്ക് ഒരു കാര്യം ചെയ്യാം, ടോം മാക്സിനെ അഴിച്ചുവിടാം. ടോം മാക്സ് കുറച്ചേരായിട്ട് അഴിച്ചുവിടാൻ വേണ്ടിയിട്ട് പണിയെടുക്കുന്നുണ്ട് തന്നെ. വിളിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടാ. ഓക്കെ ഓക്കെ ഓക്കെ. എവിടാ രൂപിയുള്ള സമയം കഴിഞ്ഞിട്ടവനാ. അവൻ കാഷ്ടടുന്നു. നമ്മുടെ പുതിയ ടൈപ്പ് പപ്പാട്ടാ. നമ്മൾ ആദ്യം യെല്ലോ ആയിരുന്നു, തായ്ലാൻഡ് പപ്പ. ഇത് നമ്മള് റെഡ് ലൈഡ് ഇരുന്നിട്ട് അത് ചോപ്പ് കളർ വരും. ഇത് തായ്ലാൻഡ്. ഇതും ഒരു മരം വീണിട്ട് പകുതി നാശ ചെയ്താ. അങ്ങോട്ട് വാടാ, അങ്ങോട്ട് വാടാ, വാടാ. ഇപ്പുറത്ത് കിടക്കടാ, ഇങ്ങോട്ട് വാടാ, ഇങ്ങോട്ട് വാടാ. ഇതാണ് അവന്റെ ശരിക്കുള്ള സ്ഥലം. ഇനി കുറച്ചു നേരം അവിടെ നിൽക്കട്ടെ. ടോം മാക്സിനെ അയച്ചു വിട്ടപ്പോ മൈക്ക് ഭയങ്കര
കൂടിൻ്റെ ഉള്ളില് ഭയങ്കര ധൈര്യശാലി, പുറത്തേക്ക് ആവശ്യമൊന്നുമില്ല. നമ്മുടെ വേറെ കുട്ടപ്പൻ ഇറക്കി വിടാട്ടാ. അതിന്റെ കുഞ്ഞ് ഇവല്ലാവർക്കും നല്ല മെയിലിനെ വീട്ടിൽ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ കണ്ണിന് പ്രത്യേകത ഉണ്ട് കേട്ടാ. പിന്നെ കളറൊക്കെ ഇതേപോലെയൊക്കെ ഇതേപോലെ ഇനി ഔട്ടാ. ഇതിപ്പോ കോട്ടിംഗ് ഒക്കെ വന്നോണ്ടിരിക്കുന്നതാണ്. നോ വാടാ. അത്യാവശ്യം ഹെവി ആവണ സാധന. ഒരു 10 മാസമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇവനെ നമുക്ക് വല്ല ഫീമെയിലുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ, ബ്രീഡിയുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ കൊടുക്കാം. വില ഭയങ്കര വിലയായിരിക്കും കേട്ടാ. അപ്പോൾ വലിയ വിലക്ക് ഡോഗിനെ മേടിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് വിളിക്കാം. ആണ്ട് അല്ലെങ്കിൽ ചെറിയ പപ്പീനെയൊക്കെ മേടിച്ചാൽ മതി. പപ്പി നമ്മൾ 25, 30, 35 അങ്ങനെ പല വിലയിലുണ്ട് പപ്പീസ്. എങ്ങടെ പോയേ? അപ്പുറത്തേക്ക് പോയി. അവന് ഇവന്റെ കൂടെ നടക്കാൻ വേണ്ടിയിട്ടാണ് ഈ പാട് പെടണവൻ. ഇവൻ അമ്മ കിയാണ് കേട്ടാ. കിയാനെ ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. നേരത്തെ രണ്ടെണ്ണത്തിന് കാണിച്ചു. കിയ ഇൻഡു ടോമാക്സ്. നമ്മളിപ്പോ ഇതേപോലെ ഈ സെയിം കോമ്പിനേഷൻ ബ്രീഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബ്രീഡ് ചെയ്ത് അതിൽ പപ്പി ഇറങ്ങുമ്പോൾ നമ്മൾ 45-50 രൂപയ്ക്ക് കൊടുക്കുക. ഉണ്ടാ നല്ല സൂപ്പർ പപ്പി ആയിരിക്കും. വലുതായാലും കുഴപ്പമുണ്ടാവില്ല. उसका अंदर में डाले भाई, पकड़ो. चली गई इंडिटा. इसको ऊपर में आने के लिए ആളിതിന്റെ മുകളില് നമ്മുടെ ഫ്രീസർ ആട്ടാ. ഫ്രീസറിന്റെ മുകളില് സ്ഥിരമായിട്ട് ബ്രഷ് ചെയ്യാൻ നിർത്തണതാണ്. एक साइड में अच्छा नहीं भाई, एक साइड में. ये साइड में भाई, ये साइड में अच्छा नहीं. അത് കഴിഞ്ഞു. അവന്റെ അമ്മാട്ടാ കിയ. നീ അപ്പൊ അവള് ഗർഭിണിയാണ് കേട്ടാ. എന്താ കിയ? അതിൻ്റെ ടോമാക്സ് ആണ് നമ്മൾ കൊടുക്കാനുള്ള പപ്പീറ്റ. നമ്മുടെ ബഡ്ഡിയുടെ കുട്ടികളാണ് കേട്ടോ. 2 മെയില് 3 ഫീമെയില്.
നമ്മുടെ ഷിറ്റ്സു പപ്പീനെ ഉണ്ടാ സെഡ് പപ്പി നമ്മുടെ ബഡ്ഡിയുടെ കുട്ടിയാണ് കേട്ടാ. ചേട്ടൻ്റെ പേര്? എൻ്റെ പേര് കൃഷ്ണൻ. ആ, എവിടെ സ്ഥലം? വീട് പേരാമംഗലം. തൃശ്ശൂർ പേരാമംഗലത്തേക്കാണ് പോണത്. എന്ത് ചെയ്യണം സാറ്? ഞാനിപ്പോ പുറമേ ആയിരുന്നു, ഓയിൽ ആൻഡ് ഗ്യാസ് കമ്പനിയിലായിരുന്നു. ഇപ്പൊ ഞാൻ റിട്ടയർഡ് ആയിട്ട് തിരിച്ചു. ഓക്കെ, താങ്ക് യു. ശരി കേട്ടാ. നമ്മുടെ ഷിറ്റ്സുവിന്റെ ഫീമെയിൽ പപ്പിനെ കൊണ്ടുപോകണം കേട്ടാ. എവിടെ സ്ഥലം? സലഞ്ചേരി, തൃശ്ശൂർ അഞ്ചേരി അല്ലേ? നമ്മുടെ കടയുടെ ഭാഗം കേട്ടാ. കടയുടെ ഒരു 1/2 കിലോമീറ്റർ, 1 കിലോമീറ്റർ. പേര്? അനുരാജ്. 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 എന്താ ചെയ്യുന്നേ? ഇലക്ട്രിക്കലിന്റെ കോൺട്രാക്ട്. അതെ അല്ലേ? വൈഫ്. ചേച്ചിയുടെ പേര്? ഹൗസ് വൈഫ്. വീട്ടിൽ വേറെ ആരൊക്കെയുള്ള? മോൾക്കുള്ള ഗിഫ്റ്റ് ആണ്. അപ്പൊ മോളുടെ പേര്? നിരഞ്ജന അല്ലെ? നമ്മുടെ പട്ടിക്കുട്ടിക്ക് വല്ല പേര് തീരുമാനിച്ചിട്ടുണ്ടോ നിങ്ങള്? തീരുമാനിച്ചിട്ടില്ല. മോള് തീരുമാനിക്കുള്ളൂ. ശരി, അപ്പൊ ഓക്കെ. അപ്പൊ മോളുടെ നിരഞ്ജനയുടെ അടുത്ത് പറയാ, ഞങ്ങളുടെ നെക്സ്റ്റ് പറയാ. അപ്പൊ ശരി, നമ്മുടെ ഫീമെയിൽ പപ്പിനെ കേട്ടാ കൊണ്ടുപോണത്. ഓക്കെ. നമ്മുടെ ബീഗിളിന്റെ ഫീമെയിൽ പപ്പീനെ കൊണ്ടുപോകണം കേട്ടാ. എവിടെയാ സ്ഥലം ചേട്ടാ? ആറാട്ടുപുഴ. തൃശ്ശൂർ ആറാട്ടുപുഴയ്ക്കാണ് പോണത്. പേര്? സതീഷ്. എന്താ ചെയ്യുന്നേ? ബജാജ് ഫിനാൻസ് വർക്ക് ചെയ്യും. ബജാജ് ഫിനാൻസില്. ആ, വീട്ടില് വേറെ ആരൊക്കെയുള്ള? വീട്ടില് ഭാര്യയും കുട്ടിയൊക്കെ ഉണ്ട് അല്ലേ? അപ്പൊ ഇത് വല്ല ഗിഫ്റ്റ്, മക്കൾക്കുള്ള ഗിഫ്റ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണോ? ഇല്ല, കുട്ടിക്ക് മോന് വളർത്താൻ വേണ്ടിട്ട്. മോന്. ഇത് അനിയൻ അല്ലേ? അനിയന്റെ പേര്? എന്ത് ചെയ്യണേ? ഫുൾ ബജാജാണ്. ബജാജിന്റെ ഏറ്റെടുത്തേക്കാണ് അല്ലേ? കല്യാണം കഴിഞ്ഞിട്ടാ? ഇല്ലില്ല. ആ, ശരി. അപ്പൊ വീട്ടിലെല്ലാവരുടെ അടുത്ത് അന്വേഷണം പറയാ. നമ്മുടെ പട്ടിക്കുട്ടിക്ക് പേര് തീരുമാനിച്ചിട്ടുണ്ടാ? ഇല്ല അല്ലേ? ശരി, ഓക്കെ, താങ്ക് യു. ലക്കി ഡ്രോ നടത്തിയിട്ടുണ്ടായിരുന്നു. കിറ്റൻ ലക്കി ഡ്രോ. വിജയ് തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകരയിൽ അഭിഷേക് എന്ന് പറഞ്ഞ സബ്സ്ക്രൈബറാണ്. അപ്പോൾ ആൾക്ക് തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങോട്ട് വരാൻ ഉള്ള ഒരു ബുദ്ധിമുട്ട് കാരണം നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളുടെ വീട്ടിൽ സേഫായി എത്തിയിട്ട് നമുക്ക് ആളുടെ വീട്ടിലത്തെ വീഡിയോ നമുക്ക് അയച്ചെന്നിട്ട് നമ്മളിതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഹായ്, എൻ്റെ പേര് അഭിഷേക്. ഞാൻ സൊഫൈൻ കനൻസിൻ്റെ കിറ്റൻ ലക്കി ഡ്രോ വിന്നറാണ്. ഇതെൻ്റെ അമ്മ, ഇതെൻ്റെ അനിയത്തി. അച്ഛൻ ഗൾഫിലാണ്. ഇത് ചെന്നെടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ട്രാൻസ്പോർട്ടേഷൻ പറഞ്ഞത്. സേഫായിട്ട് എത്തിയിട്ടുണ്ട്. താങ്ക് യു. അപ്പോൾ ഓണം എല്ലാവരും ആഘോഷിക്കുന്നുണ്ട്. ആഘോഷത്തിൻ്റെ ഇടയിൽ നമ്മുടെ പെറ്റ്സിനൊന്നും ആരും മറക്കരുത് കേട്ടോ. നിങ്ങൾ പെറ്റ്സ് ടൂർ പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്നിൽ കൂടുതൽ ദിവസം നമ്മൾ വീട്ടിൽ നിന്ന് പോകുന്ന ആൾക്കാർ വീട്ടിൽ ആരും ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഏറ്റവും നല്ല പെറ്റ് ബോർഡിങ് സെന്ററിൽ നിങ്ങളുടെ ഡോഗിനെ ബോഡി ചെയ്യുക, എന്നിട്ട് നിങ്ങൾ ടൂർ പോകുക. അതാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. മാക്സിമം എല്ലാവരും ശ്രദ്ധിച്ചോളൂ. നമ്മുടെ വീട്ടിൽ പെറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കുറെ ആൾക്കാർ ടൂർ പോകാണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ കുറെ പേര് പെറ്റ് ബോർഡിങ് ഉണ്ട്. നമ്മുടെ അവിടെ മാത്രമല്ല, കേരളത്തിൽ ഒരുവിധം കുറെ സ്ഥലത്തുണ്ട്. അപ്പോൾ നമ്മുടെ അവിടെ എത്ര ഡോഗിനെ കൊണ്ടുവന്നാലും നമ്മളിവിടെ സൗകര്യം ഉണ്ടാക്കിയിട്ട് അതല്ല വിഷയം. നിങ്ങൾ വീടിന്റെ അടുത്ത് ഡോഗിനെ മാക്സിമം ട്രാവലിങ് കുറച്ചിട്ട് 2-3 ദിവസത്തേക്കൊക്കെ അല്ലേ ഉള്ളൂ. അപ്പോൾ 3 ദിവസം 4 ദിവസമൊക്കെ ആകുമ്പോൾ നിങ്ങളുടെ വീടിന്റെ അടുത്തുള്ള സ്ഥലത്ത് ട്രാവലിങ് അധികം ചെയ്യാണ്ട് ബോർഡിങ് ആക്കാനാണ് എൻ്റെ അഭിപ്രായം കേട്ടോ. അപ്പോൾ മാക്സിമം എല്ലാവരും എൻജോയ് ചെയ്യുക, അടിച്ചു പൊളിക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഓണം പറഞ്ഞ് അടുത്ത ആഴ്ച വീണ്ടും കാണാം. പുതിയ ഓഫർ കാര്യങ്ങൾ നമ്മുടെ പപ്പീസിനൊക്കെ ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ടെങ്കിലും വീഡിയോ ലൈക്ക് ചെയ്തോളൂട്ടാ. അപ്പോൾ എല്ലാവരും അടിച്ചു പൊളിക്കുക. ഹാപ്പി ഓണം.